ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വൂളൻ ത്രെഡ് ആർട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഫണ്ണിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ്, അതേപോലെ തന്നെ സെല്ലോ ടേപ്പ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. അതിനായിട്ട് അതേപോലെ സ്ക്വയർ ഷേപ്പിലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ ഹോളുള്ള ഭാഗം മൊത്തം കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്യുമ്പോൾ സെല്ലോ ടേപ്പിൻ്റെ പശയുള്ള ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന മാതിരി വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ സെല്ലോ ടേപ്പ് ഒട്ടിച്ചത് കാണാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പശയുള്ള ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് വേണ്ടത്. ഇനി ഒരു പെന്നെടുക്കുക. അതിൻ്റെ ബാക്കിലെ ഭാഗവും റീഫില്ലും കളഞ്ഞതിന് ശേഷം ഇതേപോലെ ത്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പിൻ്റെ പശയുള്ളത് കാരണം അതങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ബോറടിച്ചിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാർഡ്ബോർഡിൽ തന്നെ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അതിൽ കുഞ്ഞു സ്റ്റോൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയിലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.